ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എല്ലോറ കേവ് നമ്പർ 16 പറ്റിയാണ്. 16 കൈലാസനാഥ ടെമ്പിൾ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ നടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ കേവ് നമ്പർ 16 ആണ്. എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ്, താങ്കൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാഴ്ച എന്താണ് എന്നാരെങ്കിലും ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും എല്ലോറ കേവ് നമ്പർ 16. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ മല. ആ മല മുകളിൽ നിന്ന് കീഴ്പോട്ട് തുരന്ന്, അപ്പോൾ അവിടെ നിന്ന് ഏകദേശം മാറ്റിയ കല്ല് കഷ്ണം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് 1,00,000 ടണ്ണിന് മുകളിലാണ്. അത്രയും വേസ്റ്റ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മുകളിൽ നിന്ന് തുരന്ന് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് കൈലാസനാഥ ടെമ്പിൾ അല്ലെങ്കിൽ എല്ലോറ കേവ് നമ്പർ 16. അപ്പോൾ ഇതിൽ അത് കഴിഞ്ഞിട്ട് ആ തുരന്ന് അവർ അതിൻ്റെ അകത്തൊരു അമ്പലം, സ്തൂപങ്ങൾ, ആന, അതുപോലെ പിന്നെ നമുക്ക് നടക്കാനുള്ള മുറ്റം പോലുള്ള ഭാഗം, അത് കഴിഞ്ഞ് അതിനും പെരിഫറിയിലായിട്ട് തൂണുകൾ നിർത്തിയിട്ട് അതിനപ്പുറത്തോട്ട് വരാന്തക്കും അപ്പുറം ഭിത്തി. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ നീളം ഏകദേശം 50 മീറ്ററാണ്, വീതി 33 മീറ്റർ, ഹൈറ്റ് 29 മീറ്റർ. ഈ ക്ഷേത്രം 3 നിലയാണ്. അപ്പോൾ ഇത് ആ കേവ് നമ്പർ 16ൻ്റെ റൈറ്റ് സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ ഗോപുരവും ഈ അമ്പലവും ഈ നടുമുറ്റവും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റക്കല്ലിലാണ്. മോണോലിത്ത് വർക്ക് എന്നാണ് ഇതിന് പറയുന്നത്, മോണോലിത്ത്. ഇത് നമ്മുടെ ആ അമ്പലത്തിൻ്റെ ബേസ് ഭാഗമാണ് ഈ കാണുന്നത്. ഒരു രഥം, അനേകം ആന, അതുപോലുള്ള ജീവികൾ താങ്ങിപ്പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്കത് അവിടെ ചെല്ലുമ്പോൾ തോന്നുന്നത്. ഈ സ്തൂപം ഒരു 100 അടിയിൽ കൂടുതൽ പൊക്കമുള്ളൊരു സ്തൂപം. ഇത് ആ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിൽ ഉള്ള മുറ്റത്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള അമ്പലം. ഈ അമ്പലം 3 നിലയായിട്ടാണ്, 1 നില, 2 നില, 3 നില. അപ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാകുന്നത്. ഇതാണ് അതിൻ്റെ മല. ആ മലയുടെ ഭാഗത്തു നിന്നാണ് അവർ ഇങ്ങനെ ഈ കല്ലിങ്ങനെ വെട്ടി കളഞ്ഞിരിക്കുന്നത്. ഈ വെർട്ടിക്കലായിട്ട് കല്ല് വെട്ടി കളഞ്ഞിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് മുറ്റം. ഈ മുറ്റത്തിൽ ഇവർ കല്ലുകൾ കളയുമ്പോൾ ഈ തൂണുകൾക്കും ആനക്കും അതുപോലെ തന്നെ ഈ അമ്പലത്തിനുമൊക്കെ വേണ്ട കല്ലുകൾ അവിടെ നിർത്തിയിട്ട് ബാക്കി കല്ലുകൾ അങ്ങ് വെട്ടി കളയും. അങ്ങനെ 1,00,000-ൽ കൂടുതൽ ടൺ കല്ലുകളാണ് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എവിടെ കൊണ്ട് അവർ ഡിസ്പോസ് ചെയ്തെന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ പ്രധാന അമ്പലം. അപ്പോൾ അത് 3 നില. അപ്പോൾ ഇത് 3 നിലയാണ്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ 3 നില. ഇതിലിപ്പോൾ നമ്മളത് ഇവിടെയായിട്ട് ഈ കാണുന്നത് നമ്മുടെ മഹാഭാരതം കഥ
അപ്പോൾ അവിടുത്തെ ഗൈഡ് ഒക്കെ നമ്മുടെ കൂടെ കാണും. അവർ ഗൈഡുകൾ ഇത് വളരെ കാര്യമായിട്ട് പറഞ്ഞു തരിക്കും. അപ്പോൾ ഓരോ ഇവൻറ്റ്സ് കൊത്തി വെച്ചിരിക്കുന്നത് ഈ കാണുന്നത്. ഇതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ രാമായണം അതുപോലെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൊത്തുപണികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്തം വിട്ട് നിന്ന് പോകും. അടുത്തത് നമ്മളെ കൈലാസനാഥ ടെമ്പിളിൻ്റെ ബേസാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ അനേകം ആനകളും പലതരം മൃഗങ്ങളുണ്ട്. ആനകൾ മാത്രമല്ല, അത് അവർ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രഥമായിട്ടാണ് നമുക്കിത് തോന്നുന്നത് അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡാണ് ഈ കാണുന്നത്. ഇത് അമ്പലത്തിൻ്റെ വേറൊരു ആംഗിളിൽ എടുത്ത ഒരു വ്യൂ ആണ്. അപ്പോൾ ഈ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കണ്ട സ്തൂപം പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. ആനയും രണ്ട് സൈഡിലും ഉണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഈ വീഡിയോ ഇടുന്നത് അമ്പലം കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ, മുറ്റവും കഴിഞ്ഞ് അതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളെ ആ അമ്പലത്തിൻ്റെ അത് ഈ ഭാഗമായിട്ട് ആ വെർട്ടിക്കലായിട്ട് മല കട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് അമ്പലത്തിൻ്റെ പുറകിൽ കൂടെ അപ്പുറത്തോട്ട് വരും. അപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് അമ്പലം. അപ്പോൾ നമ്മൾ ആ 3 നിലയുള്ള അമ്പലം ഏതാണ്ട് ഒരു രഥത്തിൻ്റെ ഷേപ്പാണ്. ആന, സ്തൂപം. ഈ സ്തൂപം അപ്പുറത്ത് മറ്റേ ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ അവിടെ എന്താ സ്തൂപം കാണാം, ആനയുണ്ട്. അതിവിടെ നമുക്ക് ആ വരാന്തയും ഭിത്തിയൊക്കെ കുറേ കൂടെ ശരിക്ക് കാണാം കേട്ടോ. തൂണുകൾ, വരാന്ത, അതിൻ്റെ അപ്പുറത്ത് ഭിത്തി. അതാണ് അവിടുത്തെ മൊത്തം പെരിഫറിയിലുള്ള ഭാഗത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇത് ഇനി കാണുന്നത് ഈ അമ്പലത്തിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡ് അത് ഏകദേശം റൈറ്റ് സൈഡ് പോലെ തന്നെയാണ്. ഗോപുരം, തൂപമുണ്ട്, ആനയുണ്ട്. അപ്പോൾ ഈ
വീഡിയോ ഒന്നിട്ട് കാണുക. അങ്ങോട്ട് നിങ്ങൾക്ക് കേവ് നമ്പർ 16 ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.